എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഭൂമി ഡോക്ടറെ കണ്ട ശേഷം തന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയ പാടെ ഭൂമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വീടിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആൾക്കൂട്ടവും പോലീസ് ജീപ്പുമായിരുന്നു. തന്റെ സ്കൂട്ടി പാർക്ക് ചെയ്ത ശേഷം ഭൂമി അവിടെ നിന്ന് ഓരോരുത്തരുമായി ചോദിക്കുന്നു, എന്താ സംഭവിച്ചത്, എന്താ അവിടെ പ്രശ്നം? ആരും തന്നെ ഭൂമിയുടെ ഉത്തരത്തിനൊന്നും മറുപടി പറയാൻ തുനിയുന്നില്ല. ഭൂമിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ വീടിന്റെ മുൻവശത്തെ വാതില് പോലീസുകാര് വളരെയധികം ബുദ്ധിമുട്ടി തകർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വാതിൽ പൊളിച്ച് വീടിനകത്തേക്ക് വന്ന അജയ് കാണുന്ന ദൃശ്യം മറ്റൊന്നായിരുന്നു. അച്ഛന്റെ ദേഹത്ത് തറച്ചു കയറി കത്തി വലിച്ചു എന്ന ഭാര്യയെ. എന്നാൽ ഇത് കണ്ട അവരെല്ലാവരും തന്നെ വിചാരിച്ചത് അച്യുതനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് സ്വന്തം ഭാര്യ തന്നെയെന്നായിരുന്നു. അവിടെ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെ മുഴുവൻ വകഞ്ഞു മാറ്റിയ ശേഷം അകത്തേക്ക് വന്ന ഭൂമിയെ കാത്തിരുന്ന ദൃശ്യം മറ്റൊന്നായിരുന്നു. തന്റെ അച്ഛൻ നിലത്ത് മരിച്ചു കിടക്കുന്നു. ഇത് കണ്ടപാടെ ഭൂമിയാകട്ടെ അച്ഛൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ടടുക്കാൻ ശ്രമിക്കുന്നു. അത് തടഞ്ഞു മാറ്റുകയാണ് അജയും സത്യദാസും. ഇതെല്ലാം കണ്ടതുകൊണ്ടുള്ള ആഘാതത്തിൽ പെട്ടെന്ന് തന്നെ ഭൂമി ബോധം കെട്ട് തറയിലേക്ക് വീഴുന്നു. അജയുടെയും മറ്റു പോലീസുകാരുടെയും കൂട്ടായുള്ള തെരച്ചിലിൽ അവർക്കൊരു ലെറ്റർ കിട്ടുന്നു. അച്യുതനെ കൊല്ലുന്നതിന് മുമ്പ് അയാളുടെ ഭാര്യ എഴുതി വെച്ചതായിരിക്കാമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ഇപ്പോഴാകട്ടെ ബോധരഹിതയായ ഭൂമി പയ്യെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. പെട്ടെന്ന് തന്നെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അജയ് ആകട്ടെ ഫോറൻസിക്കിനെ വിവരം അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. അവരെത്തി ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു മുറിയിലാകട്ടെ അച്യുതന്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഒരു ഡോക്ടറെ വിളിച്ച് അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ് ചെയ്ത ഡോക്ടർ അവരുടനെ റിക്കവർ ആവുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത ശേഷം അജയ് ആകട്ടെ ഭൂമിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്ത് നീങ്ങുകയാണ്. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് ഭൂമി. ദയവ് ചെയ്ത് എൻ്റെ അമ്മയെ കൊണ്ടുവരുതെന്ന് പല ആവർത്തി ഭൂമി അവരോടെല്ലാവരോടുമായി അപേക്ഷിക്കുന്നുണ്ട്. സത്യദാസ് ഭൂമിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവരവരുടെ ജോലി ചെയ്യട്ടെ. ഭൂമി ഇത്ര കേണപേക്ഷിച്ചിട്ടും അജയ്ക്ക് വേറെ നിർവാഹം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അച്യുതന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പറഞ്ഞ് അജയ് അവിടെ നിന്ന് കടന്നു പോകുന്നു. അജയുടെ ജീപ്പിന് പിന്നാലെ പാഞ്ഞ് ഭൂമിയാകട്ടെ കരഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ടേക്ക് ഓടുന്നുണ്ട്. അപ്പോഴാണ് അച്യുതന്റെ പഴയ കാറ് ഭൂമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വേഗം തന്നെ ഭൂമി അച്യുതന്റെ ആ കാറിന്റെ മുകളിലേക്ക് വീണ് കരയുന്നു. ഇത് കണ്ട് നിസ്സഹായരായി മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കുക മാത്രമാണ്. അതികഠിനമായിട്ടുള്ള മഴയെ പോലും വകവെക്കാതെ ഭൂമി തന്റെ അച്ഛന്റെ കാറിനെ നെഞ്ചോട് ചേർത്ത് അവിടെ തന്നെ നിൽക്കുന്നു. ഈ സമയം അജയ് ഭൂമിയുടെ അമ്മയെ കൂട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം കോൺസ്റ്റബിളിനോട് അറിയിക്കുന്നുണ്ട്. വേഗം തന്നെ ഇവരുടെ ദേഹപരിശോധന നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തണം. അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി കോൺസ്റ്റബിൾ ആകട്ടെ ഭൂമിയുടെ അമ്മയോട് ഓർണമെന്റ്സ് എല്ലാം ഊരി തരണമെന്ന് ആവശ്യപ്പെടുന്നു. തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട തന്റെ താലി ഊരി നൽകാനായി ഭൂമിയുടെ അമ്മ ചെറുതായി ഒന്ന് മടിക്കുന്നു. ഇത് ചെറിയൊരു പ്രൊസീജിയറാണ് ചേച്ചി എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓർണമെന്റ്സ് എല്ലാം തന്നെ ഊരിക്കൊടുത്ത ശേഷം ഭൂമിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് അജയോടായി ഒന്ന് പറയുന്നു, സാറേ എൻ്റെ മോൾ അവിടെ ഒറ്റയ്ക്കാ, അവളുടെ കൂടെ ആരും തന്നെയില്ല. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.